നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറി ഭാഗ്യം കടന്നു വരുന്നത് എപ്പോൾ, ഇത് സംബന്ധിക്കുന്ന ഒരു തൊടുകുറിയാണ് ഇന്ന് പറയുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടിയത് മനസ്സ് ഏകാഗ്രമാക്കിയതിന് ശേഷം കണ്ണുകളടച്ച് ഒരു നിമിഷം ഇഷ്ടമുള്ള ദൈവിക ശക്തിയെ പ്രാർത്ഥിക്കുക. ഇനി കണ്ണുകൾ തുറന്ന് ഇതിലൊരു പൂവ് സെലക്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് മനോവിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനുള്ള പരിഹാരങ്ങളെല്ലാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുഷ്പത്തിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തുന്നതാണ്. ആദ്യത്തെ പുഷ്പം, അതായത് ഒന്നാമത്തെ നമ്പറിനൊപ്പമുള്ള പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ തൊടുകുറി ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചെറിയൊരു വിഷമമുണ്ടായ സമയത്ത് നിങ്ങളെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് കുറച്ച് സ്വത്തുക്കൾ, ധനം ഒക്കെ നഷ്ടമായി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് തെളിയുന്നത്. കുറച്ച് നാളുകളായി നിങ്ങൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നതാണ്. അതുവരെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ തുടരുക. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ എന്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും നഷ്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പണമിടപാടുകളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കുറച്ചുനാൾ നിങ്ങൾ നല്ല ഈശ്വരഭക്തിയോടുകൂടി തന്നെ കഴിയുക. നിങ്ങൾ ദൈവാനുഗ്രഹം ഏറെയുള്ള വ്യക്തിയാണ്, ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തി നിങ്ങളെ കൈവിടില്ല. കുറച്ചൊന്ന് പരീക്ഷിക്കുമെന്നത് സത്യമാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ അമിതമായി വിശ്വസിക്കരുത്. വിശ്വാസത്തിൻ്റെ പേരിൽ ആർക്കും പണം കടം കൊടുക്കുവാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വളരെ സത്യസന്ധമായാണ് ഇടപെടുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പിരിമുറുക്കത്തിലാണ് നിങ്ങൾ. നിങ്ങൾക്ക് രഹസ്യമായിട്ട് അങ്ങനെ സമ്പാദ്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ പണം ചിലവാക്കുമ്പോഴും അതിൽ നിന്നൊരു ഭാഗം നിക്ഷേപിക്കാൻ ശ്രമിക്കാറുണ്ട്. കുറേയധികം പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ ആ നിക്ഷേപം നടത്തുന്നത്. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിലേറിയ പങ്കും നിങ്ങളാണ് നിർവഹിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ധാരാളം ആളുകളുമായി ഇടപെടുന്ന ആളാണെങ്കിലും ആരോടും അധികം മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളോട് ഇടയാൻ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വേണ്ട വിധം തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ മനസ്സിന് വേദന വരുന്ന അല്ലെങ്കിൽ ആ മനസ്സിന് വേദന തട്ടുന്ന രീതിയിൽ ഇവർ ഒന്നും സംസാരിക്കുകയില്ല. വളരെ ശുദ്ധ മനസ്സുള്ളത് കൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ ചിലർക്ക് കബളിപ്പിക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ വളരെ കഷ്ടതയിലാണ്. എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ലാഭവും നഷ്ടവും എല്ലാം തുടരെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുക. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു കളയുക. ഇനി മുതൽ എന്തു ചെയ്താലും പോസിറ്റീവായിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഈശ്വരചിന്തയോടുകൂടി ഇരിക്കുക. ഇനിയും 2 എന്ന സംഖ്യയോടൊപ്പമുള്ള പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലമാണ് ഇനി പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അന്ത്യമുണ്ടാവുകയാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ സഫലമാകും എന്ന വിചാരത്തോടെ നിങ്ങൾ കൈകെട്ടി ഇരിക്കരുത്.
എപ്പോഴും നിങ്ങളുടെ ജോലികൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ സഹായമോ സഹകരണമോ പ്രതീക്ഷിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു ആളല്ല. അവനവൻ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവനവനുള്ളൂ എന്ന ഒരു ചിന്താഗതിയുള്ള വ്യക്തിയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. പണം ഏറെ ആവശ്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. കുടുംബത്തിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് വിരോധികൾ ഉണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലാഭം തന്നെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. എല്ലാം സഫലമാകും, തീർച്ചയാണ്. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ നല്ല ഭാഗ്യമുള്ള ഒരാളാണ്. മാനസികമായിട്ടുള്ള അസ്വസ്ഥതയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി അതിയായി ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ സ്വന്തം കാര്യത്തെപ്പറ്റിയോ ഭാവിയെപ്പറ്റിയോ നിങ്ങൾക്കത്ര ഉത്കണ്ഠയില്ല. ഏത് കാര്യത്തിനിറങ്ങിയാലും അതെല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നും ദൈവത്തിൻ്റെ സഹായം തീർച്ചയായും ലഭിക്കും എന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾ ഒന്നിനെയും കണ്ട മാത്രയിൽ തന്നെ കണ്ണടച്ച് വിശ്വസിക്കുകയില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസം തോന്നിയാലും അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ആത്മാർത്ഥതയില്ലാത്ത ആളുകളുമായിട്ട് ഈ ഒരു സമയത്ത് ഒരു തരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങൾ, സാമ്പത്തിക ഇടപാട് ഇവ നടത്തുവാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് എത്ര തന്നെ അതിലൊക്കെ മുൻപരിചയവും നേതൃത്വ പാഠവും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ ദോഷമായി ഭവിക്കും. അതുപോലെ തന്നെ ഒരു സാധനവും പാഴാക്കിക്കളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ താല്പര്യപ്പെടാറില്ല. നിങ്ങൾ പുറത്തു കാണുന്നതിലും നല്ല ഉന്മേഷമുള്ള ഒരു വ്യക്തിയാണ്. നല്ല ആശയങ്ങളും പദ്ധതികളും ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്നാണ് ഇവിടെ ഫലം പറയുന്നത്. അത് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൂവ് തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.